ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഭഗവാനെ, ഇത് പ്രാർത്ഥനയല്ലേ? അപ്പോ എൻ്റെ കൂട്ടുകാരൻ രഘു കല്യാണം കഴിക്കാൻ പോകുന്നത് പ്രീതിയാണെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അപ്പോൾ അത് പ്രാർത്ഥനയായിരുന്നു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നവൾ ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാകാൻ പോകുന്നു. എന്തൊരവസ്ഥയാണ് മഹാദേവ ഇത്. ഇതേ സമയം വിഷ്ണുപ്രിയ പ്രാർത്ഥനയും കൂട്ടി ഇന്ദ്രനീലം സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്ഷേത്ര കൊട്ടാരത്തിലേക്ക് പോയി. അങ്ങോട്ടേക്ക് പോകവേ സുവർണ ഏർപ്പെടുത്തിയ ഒരുപാട് നാഗങ്ങൾ പ്രാർത്ഥനയെ വളഞ്ഞു. അന്നേരം വിഷ്ണുപ്രിയ പ്രാർത്ഥനയോട് പറഞ്ഞു, പ്രാർത്ഥന, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, മുന്നോട്ട് നടക്കുക. ഇത്രയും പറഞ്ഞ് ആ നാഗങ്ങളെയെല്ലാം തന്നെ വാൽ കൊണ്ട് അടിച്ചു വീഴ്ത്തി പ്രാർത്ഥനയും വിഷ്ണുപ്രിയയും മുന്നോട്ട് നടന്നു. അങ്ങനെ ഇന്ദ്രനീലത്തിന് അടുത്തേക്ക് പ്രാർത്ഥന നടക്കവെയാണ് സുവർണ ഇന്ദ്രനീലം എടുക്കാനായി തുടങ്ങുന്നത് പ്രാർത്ഥന കണ്ടത്. അപ്പോൾ വിഷ്ണുപ്രിയ പറഞ്ഞു, പ്രാർത്ഥന, കണ്ടില്ലേ, അവളെ തടയ്, എന്നിട്ട് ഇന്ദ്രനീലം എടുത്തുകൊണ്ട് സുരക്ഷിതമായി മത്സ്യലോകത്തെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വെക്കേ. പ്രാർത്ഥന പെട്ടെന്ന് ഒരു നാഗകന്യകയായി മാറി. അതുകൊണ്ട് സുവർണയും ഒരു നാഗകന്യകയായി മാറി പ്രാർത്ഥനയോട് കൂടി പോരടിക്കാൻ തുടങ്ങി. അന്നേരം വിഷ്ണുപ്രിയ തന്റെ വാച്ചിലെ സമയം നോക്കുന്നുണ്ടായിരുന്നു. മുഹൂർത്തം കഴിയാറായിരിക്കുന്നു. എത്രയും വേഗം എന്തെങ്കിലും ചെയ്ത് പ്രാർത്ഥനയെ കൊണ്ട് ഈ ഇന്ദ്രനീലം എടുപ്പിക്കണം. ഈ സുവർണയെയും പ്രാർത്ഥനയുടെ കൈകളാൽ തന്നെ കൊല്ലിക്കുകയും വേണമല്ലോ. തന്റെ മനസ്സിൽ എന്തോ ചിന്തിച്ച ശേഷം വിഷ്ണുപ്രിയ പറഞ്ഞു, പ്രാർത്ഥന, നിനക്ക് തിരിച്ച് കല്യാണ മണ്ഡപത്തിൽ എത്തണ്ടേ? നീ അങ്ങനെയാണെങ്കിൽ ഈ സുവർണയെ ഇപ്പോൾ തന്നെ നശിപ്പിക്കേ. എന്നിട്ട് ഇന്ദ്രനീലം എടുത്ത് മത്സ്യലോകത്ത് വെച്ച ശേഷം വേഗം തിരികെ പോക്. വിഷ്ണുപ്രിയയുടെ വാക്കുകൾ കേട്ട് സുവർണ ഞെട്ടിത്തരിച്ചു. പക്ഷേ അതെല്ലാം വിഷ്ണുപ്രിയയുടെ പ്ലാനാണെന്ന് സുവർണ മനസ്സിലാക്കിയില്ല. സുവർണ പ്രാർത്ഥനയോട് വീണ്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി. തന്റെ സർവശക്തിയും എടുത്ത ശേഷം നാഗകന്യകയുടെ 5 തലകളും സ്വീകരിച്ച് പ്രാർത്ഥന തന്റെ വായിൽ നിന്നും തീയൂതി സുവർണയെ കൊല്ലാൻ തുടങ്ങവെയാണ് സുവർണയുടെ കയ്യിൽ നിന്നും ഒരു ഫോട്ടോ ദൂരേക്ക് തെറിച്ചു വീണത്. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ലാതെ പ്രാർത്ഥന സുവർണയുടെ നേരെ തീയൂതി. സുവർണ ആ ഗുഹയിൽ വെച്ച് തന്നെ വെന്തുരുകി മരിച്ചു. വിഷ്ണുപ്രിയ വിചാരിച്ച പോലെ തന്റെ കൂട്ടാളികളിൽ ഒരാളായ സുവർണ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്നേരം വിഷ്ണുപ്രിയ പറഞ്ഞു, പ്രാർത്ഥന, വേഗം തന്നെ ആ ഇന്ദ്രനീലം എടുക്ക്, ഇനി സമയമില്ല. പ്രാർത്ഥന ഇന്ദ്രനീലം ഇരിക്കുന്നിടത്ത് നിന്നും അതിനെ അവളുടെ കയ്യിലെടുത്തു. പ്രാർത്ഥന അത് കയ്യിലെടുക്കുന്നത് കണ്ട് വിഷ്ണുപ്രിയ മറ്റൊരു ഐഡിയ പ്രയോഗിച്ചു. പ്രാർത്ഥന, ഇനി മുഹൂർത്തത്തിന് സമയമില്ല. നീ ഇനി എപ്പോഴാണ് ഇത് മത്സ്യലോകത്തെ കൊട്ടാരത്തിൽ കൊണ്ടുവച്ച ശേഷം തിരികെ പോവുക? ഒരു കാര്യം ചെയ്യാം, നീ തിരികെ കല്യാണ മണ്ഡപത്തിലേക്ക് പോയിക്കോ. ഈ ഇന്ദ്രനീലം ഞാൻ തിരികെ മത്സ്യലോകത്തിലെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വെക്കാം. അതിങ്ങിത്താ. അന്നേരമാണ് സുവർണയുടെ കയ്യിൽ നിന്നും താഴെ വീണ് കിടക്കുന്ന ഫോട്ടോ പ്രാർത്ഥന കണ്ടത്. പ്രാർത്ഥന ആ ഫോട്ടോ തന്റെ കയ്യിലെടുത്തു. അത് രുദ്രന്റെ ഫോട്ടോയായിരുന്നു. ആ ഫോട്ടോ കണ്ടതും പ്രാർത്ഥന ഞെട്ടി. ഇത് രുദ്രൻ റായ്ചന്ദ് സാറല്ലേ? ഫ്ലൈറ്റിൽ വെച്ച് ഞാനുമായി പരിചയപ്പെട്ട് പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ കണ്ടത് ഈ രുദ്രൻ സാറിനെയല്ലേ? അല്ല, വലിയ മുത്തശ്ശി, ഈ രുദ്രനുമായി സുവർണയ്ക്ക് എന്താ ബന്ധമെന്ന് മുത്തശ്ശിക്ക് അറിയാമോ? അന്നേരം വിഷ്ണുപ്രിയ തന്റെ വായിൽ വന്നത് കോതയ്ക്ക് പാട്ടുന്നോണം പ്രാർത്ഥനയോട് ഒരു കള്ളം പറഞ്ഞു. പ്രാർത്ഥന, ഇത് സുവർണയുടെ മകനാണ്. ഇവന് ദുഷ്ടനാണ്. കപടമുഖം അണിഞ്ഞ് നാഗമാണിക്യം തന്നെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നവനാണ് ഇവന്. ഇതെല്ലാം ഞാൻ കാരണം സംഭവിച്ചതാണ്. എന്നോട് എത്ര നാള് മുമ്പ് അമ്മ പറഞ്ഞതാണ്, ഇനി വരൻ വധുവിന്റെ കഴുത്തിൽ താലി കെട്ടിക്കോളൂ. ഞാൻ ഈ വിവാഹത്തിൽ സമ്മതിക്കാം. ഭഗവാൻ വിഷ്ണു
രഘു സാർ ഇപ്പോൾ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ്.